രാവിലെ ഫാമിലെ പണിയും അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓയിൽ റിസർവ് കംപ്ലീറ്റ് ഫിനിഷ്ഡ്, അതായത് ആട്ടി വെച്ചിരുന്ന വെളിച്ചെണ്ണ തീർന്നു പോയി. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന്, അതായത് വല്ലാത്തൊരു ക്രൈസിസ് വരുന്ന സമയത്താണ് ഞാൻ പുറത്തേക്ക് അടുത്ത പ്രാവശ്യത്തിനുള്ള എണ്ണ ആട്ടാനുള്ള ശ്രമം നടത്തുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തേങ്ങ പെറുക്കണമല്ലോ. തേങ്ങ പെറുക്കാനായിട്ട് പോയിട്ട് ദിവസങ്ങളായി. അപ്പോൾ തെങ്ങിൻ്റെ മൂട്ടിൽ പന്നി കൊണ്ടുപോയതിൻ്റെ, നാട്ടുകാർ കൊണ്ടുപോയതിൻ്റെ ഒക്കെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ പെറുക്കിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പം ഇറങ്ങി വരുന്ന വഴിക്ക് താഴെ നമ്മുടെ പുല്ലൊക്കെ നട്ടിരിക്കുന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെയും താഴെ അങ്ങ് ചെല്ലണം. അതിൻ്റെ തെങ്ങിൻ്റെ മൂട്ടിൽ, അവിടെയാണെങ്കിൽ ആകെ പയറുവള്ളിയൊക്കെ കയറി മറിഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ മഴക്കാലത്ത് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ ചുമട്ടിലേക്ക്, അതുകൊണ്ടാണ് പോകാമെന്നിട്ടായിരുന്നു. ഇപ്പം വേനലൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം ചപ്പൊക്കെ ഒന്ന് ഒതുങ്ങി. അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അതിൻ്റെ എൻ്റെ കൂട്ടുകാരുടെ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ സംഭവം. അപ്പോൾ അവിടെ പോകുമ്പം അവളെ ഒന്ന് കാണാം. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും വെജിറ്റബിളിൻ്റെ എൻ്റെ ചെടിയുടെയോ തണ്ടോ വിത്തോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അവൾ എനിക്ക് തരും. എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവൾക്കും കൊടുക്കും. അപ്പോൾ അതൊരു ബാർട്ടർ സംവിധാനം പോലെ അങ്ങനെയാണ്. കാരണം ആരുടേലും ഒരാളുടെ കയ്യിൽ തീർന്നു കഴിഞ്ഞാലും മറ്റേയാളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ കുറച്ച് മുമ്പ് കുറച്ച് തേങ്ങ എനിക്ക് ഇവിടെ ഞാൻ കൂട്ടിയിട്ടിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അതും എടുക്കണം. പിന്നെ ബാക്കിയുള്ള തെങ്ങിൻ്റെയൊക്കെ മൂട്ടിൽ കൂടെ പോകണം. അതിൻ്റെ ഇടയിൽ അവളുടെ വീട്ടിലൊന്ന് ഇറങ്ങി അവൾക്ക് ഞാൻ കുറച്ച് ചതുരപ്പയറിൻ്റെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് കൊടുത്തു. അവളുടെ മിറ്റാണെങ്കിൽ നല്ല അടിപൊളി സെറ്റാക്കി ഇട്ടേക്കുവാണ്. അവളുടെ ചെടികളൊക്കെ നട്ട് പൂവൊക്കെ ആയി. അപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്തപ്പോൾ അവൾ പകരം എനിക്ക് എന്താ പറയുക, ഇതിൻ്റെ സാലഡ് വെള്ളരിയല്ല, മറ്റേ ശരി സാലഡ് വെള്ളരിയുടെ വിത്ത് തന്നോള്. പിന്നെ മെയ്സിൻ്റെ വിത്ത് തന്നു. പിന്നെ ഒരു ചെടി തന്നു. എനിക്കതിൻ്റെ പേരറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്കായിരുന്നു ലാഭം. ഞാൻ അങ്ങോട്ട് ഒരു വിത്ത് കൊടുത്തപ്പോൾ എനിക്ക് 3 തരത്തിലുള്ള ചെടി എനിക്ക് ഇങ്ങോട്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞാൻ തേങ്ങ ഒരു 2-3 വട്ടം പെറുക്കി അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇനി അതിനെ എല്ലാം ഒന്ന് വെട്ടി കുത്തി ഉണക്കി ആട്ടി അരിച്ച് വെളിച്ചെണ്ണയാക്കണം. ഇത്രയും പ്രോസസ്സ് ഇനിയുണ്ട്, ചെയ്യാനുണ്ട്. അതിന് സമയമുണ്ടാക്കി അത് ചെയ്യണം.